നെടുമങ്ങാട് 1.5 വയസ്സുകാരനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അഷ്കറിന്റെ ഞെട്ടിക്കുന്ന ക്രൂരതകൾ തുറന്നു പറഞ്ഞ ഭാര്യ ആമിന. വിവാഹം കഴിഞ്ഞതു മുതൽ ക്രൂരമായി പീഡിപ്പിച്ചു. തല ഭിത്തിയിലിടിപ്പിച്ചും അടിവയറിൽ ചവിട്ടിയും ഉപദ്രവിച്ചു. വലിച്ചിഴച്ചു കൊണ്ടുപോയി ബാത്റൂമിൽ പൂട്ടിയിട്ടു. പലവട്ടം കെട്ടിത്തൂക്കി മർദ്ദിച്ചു. തന്നെയും കുടുംബാംഗങ്ങളെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും ആമിന മീഡിയ വണിനോട് പറഞ്ഞു. അഷ്കറിനെതിരെ പോലീസിൽ പുതിയ പരാതി നൽകുമെന്ന് ആമിനയുടെ അമ്മ ഷജിലയും വ്യക്തമാക്കി. മീഡിയ വൺ എക്സ്ക്ലൂസീവ്. നെടുമങ്ങാട് 1.5 വയസ്സുകാരനെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ അഷ്കറിനെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ്. ഈ അഷ്കറിൻ്റെ ക്രൂരത ആദ്യം നേരിട്ടത് ഭാര്യ ആമിനയാണ്. ദിവസങ്ങളോളം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇപ്പോൾ ആമിന വീട്ടിലെത്തിയിരിക്കുകയാണ്. എത്തരത്തിലായിരുന്നു ക്രൂരത നേരിട്ടത്, എങ്ങനെയായിരുന്നു പീഡനം നേരിട്ടത്, അതൊക്കെ ആമിന നമ്മളോട് സംസാരിക്കും. വിതലിക്കും, പിന്നെ മുഖം മണ്ടയ്ക്ക് അടിക്കും. പിന്നെ അടിക്കാൻ മാത്രമല്ല അതിൻ്റെ മൈമ്പങ്ങളും കൂടി ഉപദ്രവിക്കും. പിന്നെ അഷ്കളത്താളിക്ക് ഒരുപാട് ബാത്റൂമിൽ കൊണ്ടുപോയി അടിച്ചും ഉപദ്രവിച്ചു. ഇങ്ങനെ നല്ല കെട്ടിത്തൂക്കിയിട്ടൊക്കെ ഉപദ്രവിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ സംഭവങ്ങൾ എന്താണ്? എന്നെ കെട്ടിത്തൂക്കിയും പെങ്ങളും അവനും കൂടെ എന്നെ കെട്ടിത്തൂക്കി വീട്ടിൽ പറഞ്ഞു വാശി പിടിച്ചപ്പോ വയ്യ കഥവങ്ങളച്ച് പെങ്ങളും കൂടി കയ്യങ്ങ് കൊന്തേറത്ത് പിടിച്ച് എന്നെ മൊഴി അങ്ങ് മലർത്തി. എന്ത് പറഞ്ഞാ എങ്ങനെ ഉപദ്രവിക്കുന്നത്? സ്വർണം എനിക്ക് തരുമെന്ന് വിചാരിച്ചു. പൈസയും പണമൊക്കെ ചോദിച്ചിരുന്നത്. അത് കിട്ടുമെന്ന് വിചാരിച്ചു. അത് കിട്ടാറായപ്പോഴാണ് ഉപദ്രവം തുടങ്ങിയത്. ആദ്യം പിടിച്ചു എൻ്റെ തല വിതലളിച്ചു. എൻ്റെ പെങ്ങളും അമ്മയും കൂടി പെങ്ങളുമായും കൂടി ചേർന്ന് പറയുന്നതിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉമ്മയോട് സംസാരിക്കാം. ഉമ്മ ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദമായി പറയും. ആമിനായ ഭിത്തിയിൽ ക്ലോസറ്റിൽ വെച്ച് നല്ല രീതിയിൽ തലയിടിക്കും. ഈ കഴുത്തിൽ ഇങ്ങനെ പിടിച്ച് ചെവരിൽ ചേർത്ത് വെച്ച് അടിവയറ്റിൽ ഇടിക്കും. കാലുകൊണ്ട് തൊഴിക്കും, ചവിട്ടും. എന്ന് വെച്ചാൽ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്നില്ല ആ ക്രൂരതകൾ. ഈ അമ്മയെയും സഹോദരിയെയും നിയമത്തിന് മുമ്പിൽ എത്രയും പെട്ടെന്ന് കൊണ്ടുവരണം. അവരെങ്ങനെയൊക്കെയാണ് ഉപദ്രവിച്ചിട്ടുള്ളത്? ഇവരും ഒരേപോലെ തന്നെ. കാരണം ഈ സ്ത്രീ പറയണം എൻ്റെ മോക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കണമെങ്കിൽ അവർ പറയാതെ അവൻ ഭക്ഷണം കൊടുക്കൂല. ഉമ്മച്ചി ഇന്ന് ഞാൻ ആഹാരം കൊടുക്കണമെന്ന് അവൻ ചോദിക്കും. അവൻ്റെ ഉമ്മാരെ കൂടെ കൊടുക്കണ്ടെന്ന് പറഞ്ഞാൽ അവൻ വാങ്ങിച്ചു കൊടുക്കൂല. ഈ ഉപദ്രവങ്ങളൊക്കെ തുടങ്ങിയപ്പോൾ കൊച്ചിന് സഹിക്കുന്നതിനും അപ്പുറം ആയപ്പോഴത്തേക്കും ഇവൾ വീട്ടിൽ വരുന്നെന്നും പറഞ്ഞ് ഒരു ചെറിയ സ്കൂൾ ബാഗ് ഉണ്ടായിരുന്നു. അതിൽ കുറച്ച് തുണികളെല്ലാം പിറക്കി വെച്ച് മോള് ഞാൻ വീട്ടിൽ പോവേണമെന്നും പറഞ്ഞ് വാതിൽ തുറന്നപ്പോൾ ഈ തള്ളയും സഹോദരിയും ഇവനും കൂടെ വലിച്ചഴച്ച് കൊച്ചിനെ ബാത്റൂമിൻ്റെ ക്ലോസറ്റിൻ്റെ അങ്ങ് അകത്ത് കൊണ്ടിട്ടിട്ട് ബാത്റൂം അടച്ചിട്ട് ഇത് മൂന്നും കൂടെ എൻ്റെ കുട്ടി അവിടെ ഇട്ട് കൊല ചെയ്യൊക്കെ വരുന്നു. ഞങ്ങൾ 6 പ്രാവശ്യമാണ് പോലീസ് സ്റ്റേഷനിൽ പോകുന്നത്. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പോലീസുകാരോട് നമ്മൾ ഈ പരാതി എഴുതി കൊടുക്കുകയാണ്. എഴുതി കൊടുക്കുമ്പോൾ അവരങ്ങോട്ട് വാങ്ങിച്ച് വെച്ചിട്ട് പറയണം നിങ്ങൾ അങ്ങോട്ട് നിൽക്കുകയും. എന്താണ് നിങ്ങളെ പരാതി? പണം ആവശ്യപ്പെട്ടിട്ടല്ലേ അങ്ങനെ ഒരു
പൈസയാണ് ഇവരെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഈ മോളെ കൊണ്ടുപോയപ്പോൾ അവർ വിചാരിച്ച് ഇപ്പം ഈ വീട് പിന്നെ അവർക്ക് ഒരു 10-35 പവൻ്റെ ഉരുപ്പടി കിട്ടുമെന്ന് വിചാരിച്ച് 2-3 ലക്ഷം രൂപ കിട്ടുമെന്നൊക്കെ ഇവർ വിചാരിച്ചു. പക്ഷേ ഇതെല്ലാം ഇവർക്ക് ആഡംബരം കാണിക്കാന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ കൊച്ചിനെ സ്നേഹം നടിച്ച് വിളിച്ചുകൊണ്ട് പോയത്. യഥാർത്ഥത്തിൽ അവൻ സ്നേഹിച്ചവനായിരുന്നുവെങ്കിൽ ഈ കുട്ടിയെ ഉപദ്രവിക്കൂല. മകന്റെ മരണത്തിൽ ആളുടെ ഒരു അസ്കറിന്റെ ഒരു പങ്ക് എങ്ങനെയാണ് സംശയിക്കുന്നത്? അസ്കറിന്റെ പങ്കെന്ന് പറഞ്ഞാൽ ഇതാണ്, ഞങ്ങളെ ഭീഷണിപ്പെടുത്തി. എൻ്റെ മോൻ അന്ന് 10ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. മോനെ ഗുണ്ടകളെ വിട്ട് അടുപ്പിക്കും. ഗുണ്ടകൾ ചെന്നെന്നാണ് കൂട്ടുകാരൊക്കെ പറഞ്ഞിട്ടുള്ളത്. 2-3 പേര് വന്ന് മുഹമ്മദ് ആരാണെന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടെന്ന്. നീന്തൽ അറിയാവുന്ന ആരാണ്? മോനെ നല്ല പോലെ നീന്തൽ അറിയാമെന്നാണ് അവൻ്റെ സഹപാഠികൾ പറയുന്നത്. അപ്പോൾ എൻ്റെ മോന് എങ്ങനെയാണ് മരിച്ചത്? അവൻ മരിച്ചെന്ന് പറയുന്നത് അവൻ വെള്ളം കുടിച്ചിട്ടില്ല, ശ്വാസം മുട്ടിയിട്ടില്ല, മലമൂത്ര വിസർജനം ചെയ്തിട്ടില്ല. സാധാരണ ഒരു വ്യക്തി നമ്മൾ പുഴയിൽ വീണ് പോയാലും നമ്മൾ വെപ്രാളം കൊണ്ട് വെള്ളം കുടിക്കും, നമ്മൾ മലമൂത്ര വിസർജനം ചെയ്യും, ശ്വാസം മുട്ടും. ഇതൊന്നും എൻ്റെ മോൻ ചെയ്തിട്ടില്ല. സാമ്പത്തികപരമായിട്ട് പിന്നീട് കോള് വന്നതിനെ കുറിച്ച് പറഞ്ഞു. അതൊന്നും സാമ്പത്തികമായിട്ട് കോള് വന്നെന്ന് വെച്ചാൽ ഈ കൊച്ചിനെ കൊണ്ട് പൈസകൾ ഇതിൽ നിന്നും ഫിനാൻഷ്യൽ നിന്നും വാങ്ങിച്ചിട്ട് മോള് ഹോമ സ്റ്റേജിൽ കിടക്കുകയാണ്. ആ സമയത്ത് എന്നെ ഫോണിൽ വിളിക്കണം. എൻ്റെ നമ്പറാണ് അവൻ കൊടുത്തിരിക്കുന്നത്. എൻ്റെ നമ്പർ കൊടുത്തിട്ട് എന്നെ വിളിക്കുകയാണ്. ആമിനെങ്ങനെ പൈസകൾ ലോൺ എടുത്തിരിക്കുന്നു, ഇന്ന ദിവസം അടയ്ക്കണമെന്നും പറഞ്ഞ് ഇവർ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ഞങ്ങൾ കോടതിയിൽ പോകും, ആമിനാരുടെ പേരിൽ ആക്ഷൻ എടുക്കും. ഇതൊക്കെയാണ് അവർ വിളിച്ച് പറയുന്നത്. നിങ്ങൾ ഫോൺ ആമിനാക്ക് കൊടു. അപ്പം ഞങ്ങൾ പറഞ്ഞപ്പോൾ ഫോൺ ആമിനാക്ക് കൊടുക്കാൻ പറ്റിയ അവസ്ഥയല്ല. ഇനി നീതി ലഭിക്കും എന്ന് കരുതുന്നുണ്ടോ നമ്മൾ? തീർച്ചയായിട്ടും ഞങ്ങൾക്ക് നീതി ലഭിക്കണം. കാരണം ഞാൻ ഈ പറഞ്ഞതൊന്നും കളവല്ല. ഈ കുട്ടി ഇന്ന് ഇല്ലെന്ന് വന്നാൽ ഞങ്ങളെ ജീവിതം എന്തായി തീരും? നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞതാ, ഞങ്ങളെ ജീവിതം എന്തായി തീരും? അഷ്കറിൽ നിന്ന് ഏൽക്കേണ്ടി വന്ന ക്രൂരമായ പീഡനങ്ങളാണ് ഭാര്യയും അതോടൊപ്പം തന്നെ അമ്മയും ഒക്കെ പങ്കുവച്ചത്. എത്രയോ നാളുകളായി ഇവർ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. ഇനിയെങ്കിലും അവർക്ക് ആ നീതി ലഭിക്കണം. പുതിയ അന്വേഷണത്തിലൂടെ നീതി അതിലോട്ട് എത്തുമെന്നാണ് ഈ കുടുംബം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ക്യാമറമാൻ കിരണിനൊപ്പം സിജോ വിജോൺ, മീഡിയ 1.